കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മേരിയാങ്കോട് ഉള്ള ദൈവജനം ഒരുക്കിയിരിക്കുന്ന സുവിശേഷ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഈ സമീപ പ്രദേശത്തെ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹീതമായിട്ടുള്ള ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ പ്രിയപ്പെട്ടവർ പാടി. എന്നാൽ എൻ്റെ ചിന്തയെ പിടിച്ചു നിർത്തിയ ഒരു ഗാനം എന്ന് പറയുന്നത് പ്രിയ സൈലാസ് ബ്രദർ പാടിയ പാട്ടാണ്. അതിനകത്ത് ചില ചോദ്യങ്ങളുണ്ട്. അത് ചങ്കിൽ തറയ്ക്കുന്ന ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പാകെ വരച്ച് കിട്ടിയിരിക്കെ ആ ചോദ്യത്തിന് വാസ്തവമായിട്ടുള്ള ഉത്തരങ്ങൾ നാം കണ്ടെത്തുന്നെങ്കിൽ ഇന്നത്തെ രാത്രി ഏറ്റവും സഫലമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഞാൻ നിങ്ങളോട് യാത്ര ചെയ്ത് വന്നപ്പോൾ ബാലരാമപുരം അവിടെ എത്തിയപ്പോൾ ഒരു വലിയ ഹോർഡിംഗ് ഉണ്ട്. ആ പരസ്യത്തിനകത്ത് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുരിശുമല തീർത്ഥാടനം മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഇന്ന തീയതി വരെ എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം, ഞാൻ ഈ സമീപ പ്രദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ധർവച്ചപുരത്ത് ഒരു കോളേജിലെ അധ്യാപകനായിട്ട് ഞാൻ ദീർഘനാൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാളുകളിലൊക്കെ ഈ പാഷൻ വീക്ക് അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈസ്റ്റർ അവസരങ്ങൾ ഈ ദേശത്ത് അനേകർ തീർത്ഥാടകരായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുരിശുമലയിൽ ഞാൻ പോയിട്ടില്ല. എന്നാൽ പറഞ്ഞു കേട്ടിടത്തോളം അവർ യേശു കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർക്കുവാനും സ്മരിക്കുവാനും അതിൻ്റെ ഒരു ഭാഗം അനുഭവിച്ചുകൊണ്ട് ആ ഓർമ്മ പുതുക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പാടിയ പാട്ടിനകത്ത് ചില ചോദ്യങ്ങൾ വളരെ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഗാൽഗുഥ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേട്ടു. ഈ നിലയിൽ ഒരു ക്രൂശ് മരണത്തിലേക്ക് കയറ്റിവിടുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു? അതിൻ്റെ പിന്നിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുന്തിരിവള്ളി നട്ടിയില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുന്തിരിച്ചാർ ഏകിയില്ലേ, എങ്കിലും എൻ്റെ ദാഹത്തിന് നിങ്ങൾ കയ്പ് നീരാണല്ലോ തന്നത്. അനേക ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഉള്ള ചിന്തയ്ക്ക് ആധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ക്രൂശിച്ചു. ക്രൂശീകരണത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യേശു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയ മല എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് അറിയപ്പെടുന്ന ഒരു മലയാണ്. ആ മലയുടെ ആ പേരിന് ഒരർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. തലയോടിടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഈ ഗോൽഗോഥ? എന്താണ് തലയോടിടം? ചരിത്രത്തിൽ ഞാൻ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എങ്കിലും ചരിത്രകാരന്മാർ പറയുന്നത്, പോയി കണ്ടവർ പറയുന്നത്, ഇത് യെരുശലേമിന്റെ പട്ടണവാതിൽക്കൽ നിന്ന് അല്പം അകലെയായിട്ട് സമീപത്തുള്ള ഒരു ചെറിയ കുന്നാണ്. വലിയ കയറ്റമുള്ള കുന്നൊന്നുമല്ല. എന്തുകൊണ്ട് ഇതിന് തലയോടിടം എന്ന് പേര് വന്നു, അല്ലെങ്കിൽ ഗോൽഗോഥ എന്ന് പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലയോട്ടിയുടെ ആകൃതിയിലാണ് ആ കുന്നിരിക്കുന്നത്. ആ കുന്നിന്റെ ആകൃതി ഒരു തലയോട്ടിയുടെ ആകൃതിയിലാണ്, ആ ഷേപ്പിലാണുള്ളത്. വലിയ ഹൈറ്റുള്ള കുന്നൊന്നുമല്ല. യെരുശലേമിൽ നിന്ന് വളരെ അകലെയുള്ള കുന്നുമല്ല, അല്ലെ? നഗരവാതിലിന് പുറത്തുള്ള ഒരു കുന്നാണ്. നാം പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഇബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യേശു കർത്താവ് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. മാത്രമല്ല, ഈ കുന്നിന്റെ സമീപത്തുകൂടെ ഒരു വലിയ ഹൈവേ പോകുന്നുണ്ട്. അവിടെ അനേകർ യാത്രികരാണ്, നടന്നു പോകുന്നവരാണ്. യേശു കർത്താവിന്റെ ക്രൂശിന്റെ കർമ്മത്തോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ പരിഹസിച്ചു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അനേകർ കണ്ടുകൊണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരിടമാണ്. ഇനി ഈ മലയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉള്ളത് എന്ന് പറയുന്നത്, ഇവിടെയാണ് സാധാരണ നിലയിൽ റോമൻ ഗവൺമെന്റ് ക്രൂശീകരണ ശിക്ഷ നടപ്പിലാക്കുന്നത്.
എന്താണ് ക്രൂശീകരണം? ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷാക്രമം മറ്റെങ്ങും കാണില്ല. ലോകത്തിൽ ഒരിടം ഇല്ലാത്ത വിധത്തിൽ റോമൻ ഭരണാധികാരികൾ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിൽ മാത്രം അവർ നടപ്പിലാക്കിയ ഒരു ശിക്ഷാക്രമമാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. ക്രൂശീകരണത്തിന് വിധേയമാക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് രാജ്യദ്രോഹികളോ വളരെ ദുഷ്പ്രവർത്തിക്കാരോ അല്ലെങ്കിൽ രാജ്യത്തിന് താങ്ങുവാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ മാത്രമേ അത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കടത്തിവിടുകയുള്ളൂ. ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് വളരെ കഷ്ടതയുടെ ഒരു ചിത്രമാണ്. ക്രൂശ് എന്ന് പറയുന്നത് അത് സഹനത്തിന്റെ ഒരു ചിത്രമാണ്. ക്രൂശ് എന്ന് പറയുന്നത് അത് ത്യാഗത്തിന്റെ ഒരു ചിത്രമാണ്. ക്രൂശ് എന്ന് പറയുന്നത് അത് ലജ്ജയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു ചിത്രമാണ്. ഇന്ന് പലപ്പോഴും ക്രൂശ് എന്ന് പറയുമ്പോൾ നാം വളരെ മനോഹരമായിട്ട് ആലങ്കാരികമായിട്ട് അതിനെ ഉപയോഗിക്കാറുണ്ട്. വളരെ മനോഹരമായിട്ട് പള്ളിമേടകളിൽ നാം ക്രൂശ് പണിത് വയ്ക്കാറുണ്ട്. ക്രിസ്തീയതയുടെ ഒരു ചിഹ്നമായിട്ട് നാം അതിനെ ചുമക്കാറുണ്ട്, അതിനെ ഏറ്റെടുക്കാറുണ്ട്. വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും തടി കൊണ്ടും മനോഹരമായിട്ടുള്ള വിവിധ ആകൃതിയിലുള്ള ക്രൂശുകൾ നാം സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് അത് അത്ര ആകർഷണീയമായ ഒരു കാര്യമൊന്നുമല്ല. അത് വെറും തടിക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച 2 തടികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉപകരണമാണ്. ആ ക്രൂശിന് അതിൽ തന്നെ യാതൊരു പ്രത്യേകതയുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രസംഗിക്കുവാനുള്ളത് ക്രൂശിനെ കുറിച്ചല്ല. ഈ ക്രൂശിൽ ക്രൂശീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. ആ യേശു കർത്താവിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പ്രസംഗിക്കുവാനായിട്ട് താല്പര്യമുള്ളത്. പ്രിയമുള്ളവരെ, ക്രൂശിനെ പലപ്പോഴും വണങ്ങാറുണ്ട്, ക്രൂശിനെ പലപ്പോഴും നാം ആദരിക്കാറുണ്ട്. എന്നാൽ ക്രൂശീകരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളത് വാസ്തവത്തിൽ ഇന്ന് നാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്രൂശ് നമുക്ക് ഒരു വിധത്തിലും ഒരു രക്ഷാമാർഗം ഒരുക്കുന്ന ഒന്നല്ല. എന്നാൽ ക്രൂശിൽ മരിച്ചവനായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷിതാവും ഏക രക്ഷാമാർഗവും. പലപ്പോഴും ചരിത്രങ്ങളിൽ പല കഥകളിലുമൊക്കെ ക്രൂശ് കണ്ടു കഴിഞ്ഞാൽ ചെകുത്താൻ ഓടിപ്പോകും, ക്രൂശ് വച്ചു കഴിഞ്ഞാൽ പേടി മാറിപ്പോകും, ക്രൂശ് ഉണ്ടെങ്കിൽ എന്റെ പ്രവർത്തികൾക്ക് സഹായകമാകും എന്നൊക്കെ ധരിച്ചിട്ട് ക്രൂശിനെ ഒരു ഉപകരണമാക്കിയും ഉപാധിയാക്കിയും നാം വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ക്രൂശ് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ല. അത് വെറും വസ്തുമയമാണ്, അതിന് പ്രത്യേകിച്ച് ശക്തികളൊന്നുമില്ല. എന്നാൽ ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശു ക്രിസ്തുവുണ്ട്. അവനാകുന്നു രക്ഷിതാവ്, അവനാകുന്നു ലോകത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് വന്നവൻ. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ക്രൂശിൽ യേശു കർത്താവില്ലാത്ത ക്രൂശ് അത് മനുഷ്യന് പ്രയോജനം ചെയ്യുന്നതല്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഗാൽഗോഥാ മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട 3 കുരിശുകൾ, ആ കുരിശുകളിൽ തൂങ്ങപ്പെട്ട 3 വ്യക്തിത്വങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേവലം ഒരു കഥ പറച്ചിലല്ല, പിന്നെ ഇത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിന്റെ സമീപത്തുള്ള ഗാൽഗോഥാ മലയിൽ നടന്ന ഒരു വലിയ ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷാക്രമത്തിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വേദപുസ്തകം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം മനുഷ്യന് വേണ്ടി നൽകിയിട്ടുള്ള പുസ്തകമാണ്. ഇത് ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. ഇത് ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ഇത് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. മാത്രമല്ല, ഇത് ദൈവത്തിന്റെ ന്യായവിധിയെ വിളിച്ചറിയിക്കുന്ന പുസ്തകമാണ്. ഇത് കേവലം ഒരു ചരിത്ര പുസ്തകം മാത്രമല്ല, ഇത് നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ വേദ പുസ്തകത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇതാ ഗാൽഗോഥാ മലയിൽ ഉയർത്തപ്പെട്ട 3 ക്രൂശ് നാം വായിച്ചു. അവിടെ നടുവിലെ ക്രൂശിൽ യേശുവിനെയും സമീപത്തുള്ള 2 ക്രൂശുകളിൽ 2 ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തന് ഇടത്തും ഒരുത്തന് വലത്തുമായിട്ട് ക്രൂശിച്ചു. ഞാൻ എന്റെ ശ്രദ്ധയെ ആദ്യം നടുവിലെ ക്രൂശിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ക്രൂശിനൊരു പ്രത്യേകതയുണ്ട്. ആ ക്രൂശിനൊരു തലക്കെട്ടുണ്ട്. ആ തലക്കെട്ടിൽ റോമൻ ഗവർണർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നസറേയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്.
ഇത് എബ്രായ, റോമ, യവന ഭാഷകളിൽ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് യഹൂദന്മാരുടെ രാജാവാണ് എന്ന് അവൻ 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 അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത് അവൻ പറഞ്ഞു എന്ന് എഴുതുവാനാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഞാൻ എഴുതി എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു രണ്ട് ക്രൂശിലെ മനുഷ്യർക്ക് അവർക്ക് തലക്കെട്ടുമില്ല, തലയിൽ ഒരു കിരീടവുമില്ല. എന്നാൽ നടുവിലെ ക്രൂശിലെ മനുഷ്യന്റെ തലമേൽ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. അത് പൊന്നുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കിരീടമോ അല്ല, പിന്നെ മുള്ളുകൊണ്ട് അത് തലയോട്ടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കിരീടമാണ്, ഒരു മുൾക്കിരീടമാണ് അവന്റെ തലയിൽ ചൂടിയിരിക്കുന്നത്. കടന്നു പോകുന്ന ഏവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, രണ്ടു വശങ്ങളിലുമുള്ള മനുഷ്യരുടെ ശരീരങ്ങളിൽ മുറിവുകളൊന്നുമില്ല. അവരെ ആരും തല്ലിയിട്ടില്ല, അവരെ ഉപദ്രവിച്ചിട്ടില്ല, അവരെ ക്രൂശിക്കുകയാണ് ചെയ്തത്. എന്നാൽ നടുവിലുള്ള യേശു കർത്താവിന്റെ ക്രൂശിനെ സംബന്ധിച്ചിടത്തോളം ആ ശരീരമാസകലം മുറിവേറ്റിട്ടുണ്ട്. തല മുതൽ കാൽപാദം വരെ ശരീരമാസകലം മുറിവേറ്റ് ചോര വാർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ യേശു കർത്താവിനെ വിവസ്ത്രനായിട്ടാണ് ക്രൂശിച്ചിരിക്കുന്നത്. ലജ്ജ കൊണ്ട് മൂടത്തക്ക വിധത്തിൽ യേശു കർത്താവിനെ അവിടെ ക്രൂശിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ആരാണ് ഈ നടുവിലത്തെ ക്രൂശിൽ ക്രൂശീകരിക്കപ്പെട്ട വ്യക്തി എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒന്നാമതായിട്ട്, അവൻ നസ്രയനായ യേശു കർത്താവാണ്. അവൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ അവിടെ അവതരിപ്പിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വീണ്ടും താഴോട്ട് വരുമ്പോൾ, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ തേജസ്സിനെ പിതാവിൽ നിന്നുള്ള പുത്രന്റെ തേജസ്സായിട്ട് ഞങ്ങൾ കണ്ടു. വീണ്ടും താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരുന്ന തന്റെ ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് യേശു കർത്താവ്? അവൻ ആദിയിലെ ഉണ്ടായിരുന്നവനാണ്, അവൻ ആദിയിലെ വചനമായിരുന്നവനാണ്, അവൻ ദൈവമായിരുന്നു. എന്നാൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചവനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവന് യേശു കർത്താവ് ഭൂമിയിലേക്ക് അവതരിച്ചത്? രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവം ആരെന്ന് മനുഷ്യനെ കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തെ മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കാൻ, ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് മനുഷ്യനെ പരിശീലിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. നാം തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, സകലർക്കും വേണ്ടി മറുവിലയായി തന്റെ ജീവനെ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ ഒരു മനുഷ്യന്റെ ശരീരം എടുത്തുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. ദൈവത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ, അവന്റെ ദൈവത്വത്തിനോ പദവിക്കോ അവന്റെ ദൈവത്വത്തിന്റെ അധികാരത്തിനോ ഒരു കുറവും സംഭവിക്കാതെ അവനൊരു മനുഷ്യ രൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവർ, എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ. ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ദൈവം ക്ഷമിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്ഷമയൊന്ന് പരിശോധിച്ചു നോക്കിക്കോളൂ. ദൈവം ദയവുള്ളവരാണ്, മനസ്സിലുള്ളവരാണെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ അവന്റെ മനസ്സിലും അവന്റെ ദൈവം അവന്റെ കാരുണ്യവും ഒന്ന് പരിശോധിച്ചു നോക്കൂ. ദൈവം നല്ലവനെന്ന് പറയുമ്പോൾ യേശു കർത്താവ് ചെയ്ത നന്മകളൊന്ന് പരിശോധിച്ചു നോക്കിക്കൊള്ളൂ. പ്രിയമുള്ളവരെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം യേശു കർത്താവിലെ ഓരോ അണുവും അവന്റെ ഓരോ പ്രവർത്തനങ്ങളും അവന്റെ ഓരോ വാക്കുകളും സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ പരമാധികാരത്തിൽ അവന്റെ സാരസത്തയെയും വിളിച്ചോടുന്നതാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തെ മനുഷ്യന് പരിശോധിക്കുവാൻ മനസ്സിലാക്കുവാനായിട്ട് അവൻ ഭൂമിയിലേക്ക് അവതരിച്ചു. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഒരു രാജ്യം സ്ഥാപിക്കുവാനോ ഒരു സമൂഹത്തിന്റെ അധിപതിയായിട്ട് നിൽക്കുവാനോ ആയിരുന്നില്ല, ഒരു കിരീടധാരണമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മനുഷ്യന്റെ സ്ഥാപനം മുതൽ അല്ലെങ്കിൽ അവന്റെ സൃഷ്ടി മുതൽ അവനെ പിന്തുടരുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അത് പാപമെന്ന പ്രശ്നത്തിന്റെ പരിഹാരമാണ്. അത് വരുത്തുവാനായി തന്റെ ജീവൻ മറുവിലയായി കൊടുത്തുകൊണ്ട് ആ വീണ്ടെടുപ്പിന്റെ വലിയ ദൗത്യം പൂർത്തീകരിക്കുവാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ,
യേശു കർത്താവ് അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാനുണ്ട്. കൊലോസ്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവനിലല്ലോ ദൈവത്വത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്വത്തിന്റെ ആളത്വത്തിന്റെ പൂർത്തീകരണം നമുക്ക് യേശു ക്രിസ്തുവിൽ കാണുവാനായിട്ട് സാധിക്കും. അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും അവൻ തത്വത്തിന്റെ മുദ്രയുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിയുടെ പിന്നിൽ വ്യാപരിച്ചത് ലോഗോസിന്റെ ശക്തിയായിരുന്നു, വചനത്തിന്റെ ശക്തിയായിരുന്നു, യേശു കർത്താവിന്റെ ശക്തിയായിരുന്നു. ആദിയിൽ വചനമായിരുന്നവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, ഭൂമിയിലെ പൊടിയിൽ നിന്ന് ഒരു മനുഷ്യനെ ഉണ്ടാക്കുവാനായിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീരുവാൻ തക്കോണം മനുഷ്യന്റെ സൃഷ്ടികർത്താവാണ് ദൈവം. സൃഷ്ടികർത്താവായ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. ആ ക്രൂശിൽ തൂങ്ങുന്ന അവന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവൻ പാപരഹിതനായിരുന്നു. പാപത്തെ കുറിച്ച് പറയുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. മനുഷ്യരൊക്കെ പാപികളാണെന്ന് പറയുമ്പോൾ പറയും, മനുഷ്യരൊക്കെ ഇപ്പൊ വളരെ പുരോഗമിച്ചവരാണ്, അവരൊക്കെ വിദ്യാസമ്പന്നരാണ്, അവരൊക്കെ നല്ലവരാണ്, മാന്യരാണ്. വർത്തമാന പത്രങ്ങളൊന്നും ഓർത്ത് നോക്കിക്കോളൂ. മനുഷ്യൻ നല്ലവനാണോ? മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയുണ്ടോ? നിങ്ങളുടെ യോഗത്തിന് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ വീട് തുറന്നിട്ട് വന്ന എത്ര പേരുണ്ടോ? വീട് തുറന്ന് വാതിലുകൾ തുറന്നിട്ട് ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടോ? വാതിലുകളൊക്കെ അടച്ചിട്ടാ വരുന്നത് അല്ലേ? അങ്ങനെ വാതിൽ അടച്ചിട്ടേ വരാവൂ. ഈ അനേക കടകളുണ്ട്. കടകളില് രാത്രി പോകുമ്പോൾ താഴോട്ട് അവര് പൂട്ടിയതിനു ശേഷം രണ്ടാമതൊന്ന് വലിച്ചു നോക്കും, ഉറപ്പ് വരുത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഉറപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സമീപ പ്രദേശത്തൊക്കെ പോലീസ് സ്റ്റേഷനുകളുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പ് ഉണ്ട്. എന്തിനാ ലോക്കപ്പ്? നല്ലവരെ ഇടാനുള്ള സ്ഥലമാണോ? ഇല്ല. ഇവിടെ തിന്മയുണ്ട്, ഇവിടെ പാപമുണ്ട്. നമുക്ക് സെൻട്രൽ ജയിലുണ്ട്, അനേക ജില്ലകളിൽ ജില്ലാ ജയിലുകളൊക്കെ ഉണ്ട്. എന്തിനാ ജയില്? ഇതൊക്കെ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ? ആതുര സേവനത്തിന് വേണ്ടിയിട്ടാണ്. അല്ല പ്രിയമുള്ളവരെ, നാം എത്ര നിഷേധിച്ചാലും മനുഷ്യന്റെ തിന്മ, മനുഷ്യന്റെ പാപത്തെ നിഷേധിക്കാനാകില്ല. ഇന്ന് രാവിലെ മുതൽ എൻ്റെ ചിന്തയിലൂടെ കടന്നുപോയ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതി നോക്കിയുള്ളൂ. അവിടെ നാം അറിയാത്ത തിന്മ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. മനുഷ്യന്റെ പാപം വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പുസ്തകം പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയാണ്. എങ്ങനെയാണ് പാപം ലോകത്തിലേക്ക് കടന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. നാം ആരും പാപം ചെയ്ത പാപികളായവരല്ല, പിന്നെയോ ഏക മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് അവന്റെ സന്തതി പരമ്പരകളൊക്കെയും പാപത്തിന് അടിമകളായിട്ട് തീർന്നു. അത് പകരപ്പെടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ആദാം ചെയ്ത പാപം എന്ന് പറയുന്നത് കേവലം ഒരു പഴം പറിച്ചതിൻ്റെത് മാത്രമായിരുന്നില്ല. പിന്നെയോ ദൈവം അവനോട് കൽപ്പിച്ചിരുന്നു, നീ ഇത് കഴിക്കരുത്, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ പിശാച് ഹവ്വയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, തിന്നുന്ന നാളിൽ നിന്റെ കണ്ണ് തുറക്കും, നിന്റെ ബുദ്ധി തെളിയും, നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാക്ക് മാറ്റിവെച്ചിട്ട് കൂടുതൽ എനിക്ക് വിശ്വാസം ആരെയാണ്? പിശാചിനെയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് മാറി പിശാചിന്റെ പക്ഷത്ത് ചേർന്നവനാണ്, ദൈവത്തിന്റെ ശത്രുക്കളായിട്ട് തീർന്നവനാണ്. അതുകൊണ്ട് അന്ന് മരണം മനുഷ്യന് ആരംഭിച്ചു. അവനിൽ സംഭവിച്ച വീഴ്ച എന്ന് പറയുന്നത് ദൈവം അവന് നൽകിയ നല്ല ഗുണങ്ങളൊക്കെ മാറിപ്പോയി. അതെല്ലാം വീഴ്ച സംഭവിച്ചു. അവന്റെ ശരീരത്തിന്, പ്രകൃതത്തിന്, ചിന്താഗതിക്ക്, അവന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ മാറ്റം സംഭവിച്ചു. ആദ്യമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ പാപം പ്രവേശിച്ചതിന് ശേഷം ആദ്യമായിട്ട് സംഭവിച്ചത് എന്താ? ജ്യേഷ്ഠൻ അനുജനെ കൊല്ലുന്നു, കയീൻ ഹാബേലിനെ കൊല്ലുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അതുകൊണ്ട് നാം എല്ലാവരും എന്ത് ചെയ്തിരിക്കുകയാണ്? പാപം ചെയ്തിരിക്കുകയാണ്.
നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ മരിക്കുന്നതും, അതുകൊണ്ട് തന്നെയാണ് മരണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ മരണം എന്നറിയപ്പെടുന്ന നിത്യന്യായവിധിയിലേക്ക് മനുഷ്യൻ കടത്തപ്പെടുന്നത്. പ്രിയമുള്ളവരെ, കേവലം ശാരീരിക മരണം മാത്രമല്ല, അവന് ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് എന്നേക്കും അകന്നു പോകുന്ന ഒരിടമുണ്ട്, അത് രണ്ടാമത്തെ മരണമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ പാപം ചെയ്തു. എന്നാൽ യേശു കർത്താവ് അവൻ പാപമില്ലാതെ ജനിച്ചവനാണ്, അവൻ ഭൂമിയിൽ അവതരിച്ചവനാണ്, അവനൊരു ഒലിക്കപ്പെട്ട ശരീരത്തിൽ ദൈവമായവൻ ഇറങ്ങി വന്നവനാണ്. അവനിൽ പാപം ഇല്ല. ആദാമ്യ പാപത്താൽ അവൻ കളങ്കിതനായിട്ടില്ല. കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. ഇങ്ങനെ ഒരു ജനനം വേറെ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു ജീവിതം വേറെ ഉണ്ടായിട്ടില്ല. അവന്റെ ജനനത്തിൽ അവൻ പാപരഹിതനായിരുന്നു. മാത്രമല്ല, അവന്റെ ജീവിതത്തിലുടനീളം അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? ആർക്കും കഴിഞ്ഞില്ല, ആർക്കും സാധിച്ചില്ല. മാത്രമല്ല, യേശു കർത്താവിനെ വിസ്തരിക്കുന്ന അനേക കോടതികളുണ്ട്. 4 കോടതികളിൽ മാറി മാറി അവനെ വിസ്തരിച്ചിട്ടുണ്ട്. മതകോടതിയിൽ വിസ്തരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവനെ സന്നിധിയും സംഘത്തിന്റെ മുമ്പാകെ അവനെ വിസ്തരിച്ചിട്ടുണ്ട്. ഹേരോദാവിന്റെ മുമ്പാകെ വിസ്തരിച്ചിട്ടുണ്ട്. പീലാത്തോസിന്റെ മുമ്പാകെ വിസ്തരിച്ചു. ഈ കോടതികളിലൊന്നും അവരിലൊരു കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പീലാത്തോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനും വലിയൊരു കുറ്റവും കാണുന്നില്ല. അവനെ കാണിച്ചു കൊടുത്ത യൂദാ ഇസ്കറിയോത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ നീതിമാനായ രക്തത്തെ, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് വിധി എഴുതിയ പീലാത്തോസ് പറയുന്നത്, ഞാൻ അവന് കുറ്റവും കാണുന്നില്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്? അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിട്ട് അവന്റെ കൈകളെ കഴുകുകയാണ്. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നാൽ അവിടേക്ക് കൂടി നിന്ന യഹൂദ സഹസ്രങ്ങൾ വിളിച്ചു പറഞ്ഞു, എന്താണെന്ന് അറിയാമോ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. നോക്കണേ, ഇസ്രായേലിന്റെ ഇന്നത്തെ എല്ലാ അവസ്ഥയുടെയും ഇതുവരെ അവൻ അനുഭവിച്ച സകല ദുര്യോഗങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു കർത്താവിനെ തിരസ്കരിച്ചത് കൊണ്ടാണ്. നീതിമാനായവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം, ക്രൂശിലേൽപ്പിക്കുവാൻ തക്കവണ്ണം വിട്ടുകൊടുത്തിട്ട് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടതാണ്. അങ്ങനെയാണ് ഇസ്രായേലിന്റെ ശിക്ഷാക്രമങ്ങൾ നടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് അവരിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശു കർത്താവ് പാപരഹിതനാണ്. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം 3 പ്രാവശ്യം യേശു കർത്താവിനെ നോക്കി സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ യോഹന്നാൻ സ്നാപകന്റെ കൈയാൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ട് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറുരൂപമലയിൽ അവൻ രൂപാന്തരപ്പെടുന്ന വേളയിൽ അവിടെ ഒരു ശബ്ദം ഉണ്ടാകുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ പാപമില്ലാത്തവൻ. 3ാമതായിട്ട്, പാപമില്ലാത്ത യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ്. 3ാമതായിട്ട്, അവൻ രക്ഷകനാണ്. യേശു കർത്താവ് രക്ഷകനായിട്ട് ഭൂമിയിൽ അവതരിച്ചവനാണ്, അല്ലെ? മത്തായി സുവിശേഷം 1:21 വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. യേശു കർത്താവിന്റെ ജനനത്തിങ്കൽ സ്വർഗത്തിലെ മാലാഖമാർ ഒരു സന്ദേശം നൽകി, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതെന്താ? യേശു കർത്താവ്, യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്, അല്ലെ? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ ഭരണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മാത്രമല്ല, യേശു കർത്താവിനെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട സ്നാപക യോഹന്നാൻ യേശു കർത്താവ് കടന്നു പോകുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് രക്ഷിതാവാണ്, അവൻ രക്ഷ നൽകുന്നവനാണ്. എബ്രായലേഖനത്തിൽ നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്, സകലത്തിനും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ
രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുദ്ധമായിരുന്നു. യേശു കർത്താവ് രക്ഷാനായകനാണ്. ഹീസ് എ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് രക്ഷിക്കുന്നവരാണ് അല്ലെ. യേശു കർത്താവിന്റെ ക്രൂസിലെ ഒരു മൊഴി നമുക്ക് എല്ലാവർക്കും അറിയാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. തന്നെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പാകെ, തന്നെ ക്രൂസിലേക്ക് കൊണ്ടുപോകുന്നവരുടെ മുമ്പാകെ, തനിക്കെതിരെ അന്യായമായിട്ട് സംസാരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പാകെ തൻ്റെ വേദനയുടെ മധ്യത്തിൽ അവൻ പറയുകയാണ്, ഇവരോട് ക്ഷമിക്കണം. ഈ രാത്രികാലം ഈ നടുവിലെ ക്രൂസിലേക്ക് നിന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാ രക്ഷിതാവ് അവിടെ ക്രൂസിൽ തൂങ്ങുകയാണ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചവൻ, ദൈവപുത്രൻ, സാക്ഷാൽ ദൈവപുത്രൻ ക്രൂസിൽ തൂങ്ങുകയാണ്. പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പരിശുദ്ധൻ, നിഷ്കളങ്കനായവൻ, അവൻ ക്രൂസിൽ തൂങ്ങുകയാണ്. നാലാമതായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഇതാ ഒരു വീണ്ടെടുപ്പുകാരൻ ക്രൂസിൽ തൂങ്ങുകയാണ്. ഹീസ് എ റെഡീമർ. അവൻ നമ്മെ വീണ്ടെടുക്കുന്നവനാണ്. നാം റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. നമ്മോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്താൽ നാം പാപികളായിരിക്കുമ്പോൾ, നമ്മൾ യാതൊരു നന്മയും ഇല്ലാതിരിക്കുമ്പോൾ നമ്മെ തേടി വന്ന ഒരു കർത്താവാണ്. സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും സാധ്യമല്ല. അവന്റെ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കുകയില്ല. അവന്റെ വീണ്ടെടുപ്പിന്റെ വില വിലയേറിയതാണ്. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആർക്ക് കഴിയും? ലോകത്തിലെ മനുഷ്യന്റെ പാപത്തിന്റെ തീവ്രത നാം ഒന്ന് കണക്കിലെടുക്കുമ്പോൾ, ഈ ജനം കാട്ടിക്കൂട്ടുന്ന ദൈവ നിഷേധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, ചെയ്തു കൂട്ടുന്ന അധാർമികതയെ കുറിച്ച് ഓർക്കുമ്പോൾ, അവരെ വീണ്ടെടുക്കുവാൻ ആർക്ക് കഴിയും? ഒരു നാളും സാധിക്കാത്ത ഒരു വീണ്ടെടുപ്പ് സാധിക്കുവാനായിട്ട് യേശു കർത്താവ് കടന്നു വരികയാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്നെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവരെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കാൽവരി ക്രൂശിൽ യേശു കർത്താവിനെ പരസ്യമായിട്ട് തൂക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് പാപമോചനത്തിലുള്ള ഒരു ഉപാധി യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, വീണ്ടെടുപ്പ് അത് വലിയ ഒരു പ്രോസസ്സാണ്. അതൊരു നാളും സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീണ്ടെടുപ്പുകാരനെ കിട്ടുവാനായിട്ടില്ല എന്നുള്ളതാണ്. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മനുഷ്യർക്കും ഒരു പാപിയായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ പാപരഹിതനായിരിക്കണം. പാപിയായ ഒരു മനുഷ്യന് മറ്റൊരു പാപിയെ വീണ്ടെടുക്കുവാനാകില്ല. അതുകൊണ്ട് നിർമ്മലനായിട്ടുള്ളവൻ, നിർദോഷനായിട്ടുള്ളവൻ അവൻ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യരുടെ സകലരുടെ പാപങ്ങളെയും അവൻ എന്ത് ചെയ്യണം? ചുമക്കണം. ലോകത്തിന്റെ പാപത്തെ ചുമക്കണം. അതിന് കഴിവുള്ള ആരുണ്ട്? പ്രിയമുള്ളവരെ, നമ്മുടെ ഗത്സമന തോട്ടത്തിന്റെ താഴികയിൽ നാം ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് വിലപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഏത് പാനപാത്രമാണെന്ന് അറിയാമോ? ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ തീഷ്ണതയുടെ പാനപാത്രം. യേശു കർത്താവിന്റെ മേൽ ചുമത്തപ്പെടുന്ന പാപത്തിന്റെ തീഷ്ണത. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നത്, യേശു കർത്താവിന്റെ രോഗകൂപങ്ങളിലൂടെ വിയർപ്പെന്ന പോലെ ചോരത്തുള്ളികൾ പുറത്തേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, യേശു കർത്താവിന്റെ മേൽ ലോകത്തിന്റെ പാപം ചുമത്തപ്പെടുകയാണ്. അവന്റെ ശരീരം ആസകലം തകർക്കപ്പെടുവാൻ പോവുകയാണ്. നമുക്കറിയാം, ഗബഥ എന്ന് പറയുന്ന ഒരു കൽത്തളം, അത് പീലാത്തോസിന്റെ ഒരു കൽത്തളമാണ്. ആ കൽത്തളത്തിൽ യേശു കർത്താവിനെ ന്യായസ്ഥാനമൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കുറ്റമൊന്നും അവന്മേൽ തെളിയിക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല. എന്നാൽ പീലാത്തോസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാനവനെ അടുപ്പിച്ച് വിട്ടേക്കും. കൊള്ളാം അല്ലേ? അടുപ്പിച്ച് വിട്ടേക്കും. അങ്ങനെ അവനെ 1-40 അടി, സാധാരണ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് 39 അടി. ആ അടി എന്ന് പറയുന്നത് ചാട്ടവാറുകൊണ്ടുള്ള അടിയാണ്. അവന്റെ ശരീരത്തിന്റെ പുറം മുഴുവൻ യെശയ്യാപ്രവാചകൻ പറയുന്നത് പോലെ ഉഴവജാലുകളെ കീറും പോലെ അവന്റെ ശരീരം ആസകലം പറിച്ച് കീറുകയാണ്. അടുപ്പിച്ച് വിട്ടേക്കോ? വിട്ടേക്കില്ല. ബറബ്ബാസിനെയും യേശു കർത്താവിനെയും നിർത്തിയിട്ട് ജനത്തോട് ചോദിക്കുകയാണ്, ഞാൻ ആരെ വിട്ടയക്കണം?
ജനം ചോദിക്കുകയാണ്, ബറബ്ബാസിനെ മതി, നിങ്ങൾക്ക് യേശു കർത്താവിനെ വേണ്ട. യേശു കർത്താവിനെ എന്ത് ചെയ്യണം? അവനെ കൊണ്ടുപോയി ക്രൂശിക്കുക. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഒരു വീണ്ടെടുപ്പുകാരനാണ്. നമുക്ക് പകരമായിട്ട് ക്രൂശിൽ കയറിയവനാണ്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ അത് നരകശിക്ഷയാണ്. അത് യാതനാ സ്ഥലത്തെ വേദനയാണ്. ധനവാന്റെയും ലാസറുടെയും കഥ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ധനവാൻ മരിച്ചു. എന്താ സംഭവിച്ചത്? അവൻ അടക്കപ്പെട്ടു, അല്ലേ? എന്താ സംഭവിച്ചത്? അവൻ യാതനാ സ്ഥലത്ത് എത്തി. വാസ്തവത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ ഭീകരത വർദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല, ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള ഇടം. യാതനാ സ്ഥലത്ത് അവൻ ദണ്ഡിപ്പിക്കപ്പെടുകയാണ്. എപ്പോഴാ? മരിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, ഉടൻ തുടങ്ങി യാതന. ഇതൊന്നും തീരും. പാതാളത്തിലെ യാതന അതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടാൻ പോവുകയാണ്. പാതാളത്തിൽ നിത്യതയില്ല, പക്ഷേ നരകത്തിൽ എന്താ പോകുന്നത്? ഈ മരണവും പാതാളവും പാതാളത്തിൽ കിടക്കുന്നവരും എല്ലാവരും കൂടെ ആ അന്ത്യന്യായവിധിക്ക് ശേഷം പോകുന്നത് പിന്നെ നിത്യദണ്ഡനത്തിലേക്കാണ്. മനുഷ്യർ ഓരോരുത്തരുടെയും അവസ്ഥ ഇതായിരുന്നു. എന്തുകൊണ്ടാണ്? പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്ന് പറയുന്നത്. നരകം ഒരിക്കലും ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നാണ് വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ പിശാചിനെ വേണം, എനിക്ക് യേശു കർത്താവിനെ വേണ്ട എന്ന് അങ്ങനെ തീരുമാനം എടുക്കുന്നവർക്ക് വേണ്ടി ആ സ്ഥലം മാറിയതാണ്. അപ്രകാരം പ്രിയമുള്ളവരെ, ഒരു വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പിനുള്ള മാർഗമാണ് യേശു കർത്താവ് ക്രൂസിൽ മരിക്കുവാനായിട്ട് കാരണമായിട്ട് തീർന്നത്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ നടക്കുന്ന വേളയിൽ, യാത്ര ചെയ്ത വേളയിൽ അഗ്നിസർപ്പങ്ങളാൽ കടിയേറ്റ് മനുഷ്യർ വീഴുകയാണ്. മോശെ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്, ഇതാ മനുഷ്യർ നശിച്ചു പോകുന്നു, അവർ മരിച്ചു പോകുന്നു, അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ്. അതിന് പകരമായിട്ട് ദൈവം മോശയോട് പറയുകയാണ്, നീ പിച്ചള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കുക, ഒരു കൊടിമരത്തിന്മേൽ തൂക്കുക, അത് ആ പാളയത്തിന്റെ നടുവിൽ നീ ഉയർത്തുക. ആരെങ്കിലും അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റാൽ അതിനാൽ മരിക്കാതിരിക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ? ഈ കൊടിമരത്തിലേക്ക്, ഈ അഗ്നിസർപ്പത്തിലേക്ക്, മോശ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട കൊടിമരത്തിൽ തൂക്കിയ ആ താമ്രസർപ്പത്തിലേക്ക് നോക്കിയാൽ മതി. നോക്കുന്നവരൊക്കെ, വിശ്വാസത്താൽ നോക്കുന്നവർ ആ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. ഇതാ മനുഷ്യർക്ക് വിടുതലിന് വേണ്ടിയിട്ട് ഒരു കൊടിമരം ഉയർത്തിയിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥ മലയുടെ മുകളിൽ യേശു കർത്താവിനെ ഒരു കൊടിമരത്തിൽ തൂക്കിയിരിക്കുകയാണ്. 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായിട്ടും, കരങ്ങളും കാലുകളും ആണികളാൽ തറയ്ക്കപ്പെട്ടവനായിട്ടും, ശിരസിൽ മുൾമുടി അണിഞ്ഞവനായിട്ടും, ദേഹമാസകലം മുറിയപ്പെട്ടവനായിട്ടും, വിലാപ്പത്ത് കുന്തം കൊണ്ട് കുത്തപ്പെട്ടവനായിട്ട്, നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ട് യേശു കർത്താവ് അവിടെ ക്രൂശിൽ മരിക്കുകയാണ്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയജനമേ, ഈ യേശു കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയിരിക്കുകയാണ്. ആരും വിശ്വാസത്താൽ നോക്കുമോ അവർക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ അതിനോട് ചേർത്ത് പറയട്ടെ, യേശു കർത്താവ് കേവലം ക്രൂശിൽ മരിച്ച വ്യക്തി മാത്രമല്ല, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. ഈ ഗോൽഗോഥ മലയുടെ സമീപത്ത് ഒരു ചെറിയ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ ഒരു പാറയിൽ വെട്ടപ്പെട്ട ഒരു കല്ലറയുണ്ട്. അത് അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയാണ്. അവൻ യഹൂദന്മാരുടെ ഒരു മന്ത്രിയാണ്, അവനൊരു പ്രമാണിയാണ്. അവൻ ഒരുക്കിയ ഒരു കല്ലറ ഈ സമീപത്തുണ്ട്. യേശു കർത്താവ് ക്രൂശിൽ ആ 3-ാം മണി നേരം മുതൽ 6-ാം മണി നേരം വരെ, 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടാകുകയാണ്. നമ്മളൊരു യേശു കർത്താവ് ക്രൂശിൽ മനുഷ്യരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിൽ മേൽ കയറി. ആ കയറിയ വേളയിൽ യേശു കർത്താവ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് നിവൃത്തിയായി. ഏത് നിവൃത്തിയായി? മനുഷ്യരുടെ വീണ്ടെടുപ്പിന്റെ ആ ദൗത്യം പൂർത്തിയായി. ക്രൂശിൽ യേശു കർത്താവ് വീണ്ടെടുപ്പിന്റെ ആ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ ക്രൂശീകരണത്തിന്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അവൻ പറയുകയാണ്, പിതാവേ, നിന്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഫലമേൽപ്പിക്കണം. ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് ഫലമേൽപ്പിക്കുന്നു. യേശു കർത്താവ് തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് അവൻ മരണപ്പെടുകയാണ്.
ആ ശരീരം എന്ത് ചെയ്യുകയാണ്? അരിമത്തിയിലെ യോസേഫും നിക്കോദിമോസും ഏറ്റെടുത്തുകൊണ്ട് ആ കല്ലറയിൽ അവിടെ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അവിടെ അടക്കുന്നുണ്ട്. റോമൻ പടയാളികൾ ആ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ട്. ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം രാവിലെ മരണത്തെ വെന്നുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നെന്തുകൊണ്ട് യേശു കർത്താവിന്റെ ക്രൂശ് മരണം പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കേവലം മരിച്ചസ്തമിച്ചു പോയവനല്ല. മൂന്നാമത്തെ ദിവസം ആ കല്ലറകളെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവൻ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു യേശു കർത്താവ് പറയുന്നുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായ രക്ഷ നൽകുവാൻ അവൻ മതിയായവനാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ രക്ഷ ഒരുക്കിയിരിക്കുകയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവനെന്നും ജീവിക്കുന്നവനാണ്. മാത്രമല്ല, അവൻ വീണ്ടും വരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ക്രൂശ് നാം കാണുകയുണ്ടായി. ആ യേശു കർത്താവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കി. അവൻ മനുഷ്യരുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നവനാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ സൗജന്യമായിട്ട് നൽകുവാനായിട്ട് അവന് മനസ്സാണ്. സമീപത്ത് രണ്ട് ക്രൂശുകളുണ്ട്. യേശു കർത്താവിന്റെ ക്രൂശിന്റെ കാഴ്ചകൾ മുഴുവൻ കണ്ടവരാണ് അവർ ലോകത്തിൽ ജീവിക്കുന്ന തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ദുഷ്പ്രവർത്തികൾ ചെയ്തവരാണ്. നന്മ എന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല, നന്മ എന്തെന്ന് അവർ ചെയ്തിട്ടില്ല. അവിടെ ക്രൂശിൽ കിടക്കുന്ന ഒരു കള്ളൻ പറയുന്നുണ്ട്, നാമോ യോഗ്യമായത്, നമുക്ക് യോഗ്യമായതാണ് നാം അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത പാപത്തിനൊത്തവണ്ണം, അവർ ചെയ്ത കുറ്റത്തിനൊത്തവണ്ണം അവർ ശിക്ഷാവിധിക്ക് വിധേയപ്പെടുകയാണ്. എന്നാൽ യേശു കർത്താവിന്റെ ക്രൂശിന്റെ സമീപത്ത് ചില മണിക്കൂറുകൾ ചിലവഴിപ്പാൻ അവർക്കിടയായി. ഒരുപക്ഷെ യേശു കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് പരിചിതം ഉണ്ടായിരിക്കാം. യേശു കർത്താവ് ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ അവർ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ക്രൂശിന്റെ സമീപത്ത് നിന്ന് യേശു കർത്താവിനെ കാണുവാൻ അവർക്ക് ഇടയായി. എന്നാൽ ആ വേളയിൽ ഒരു കള്ളൻ പറയുകയാണ്, നീ നിന്നെ തന്നെ രക്ഷിക്കാം, എന്നിട്ട് ഞങ്ങളെയും രക്ഷിക്കാം. യേശു കർത്താവ് ആരാണ് എന്ന് അവന് മനസ്സിലായില്ല. യേശു കർത്താവിന്റെ വചനങ്ങളൊക്കെ അവൻ കേട്ടതാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ക്ഷമയുടെ പ്രാർത്ഥന അവൻ കേട്ടതാണ്. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ അവർ കണ്ടതാണ്. അല്ലെ, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. നട്ടുച്ച സമയത്ത് ഇരുട്ടുണ്ടായി. ഇതും ആര് കണ്ടതാണ്? ഇവർ കണ്ടതാണ്. പ്രിയമുള്ളവരെ, അവന്റെ മരണത്തിന്റെ അടുത്തു നിന്ന് ഇതെല്ലാം കണ്ടിട്ടും അവന്റെ ഹൃദയത്തിൽ യേശു കർത്താവ് ആരെന്ന് തിരിച്ചറിയുവാൻ അവന് സാധിച്ചില്ല. യേശു കർത്താവിന്റെ മരണത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കുവാൻ അവന് ഇടയായില്ല. അവന്റെ ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നില്ല. അവന്റെ ഹൃദയം കഠിനപ്പെടുകയാണ്. അവൻ ദുഷിക്കുകയാണ്. യേശു കർത്താവിനെ ദുഷിക്കുകയാണ്. അവനെ പരിഹസിക്കുകയാണ്. നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് വന്ന് ഞങ്ങളെ രക്ഷിക്കുക. നീ ക്രിസ്തു എന്ന് നീ പറഞ്ഞുവല്ലോ, നീ ആദ്യം നിന്നെ തന്നെ രക്ഷിക്കുക. അവനെ പരിഹസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നടുവിലെ ക്രൂശിൽ നമ്മുടെ പാപത്തിന് പകരമായിട്ട് മരിക്കപ്പെട്ട, തൂക്കപ്പെട്ട, ക്രൂശിക്കപ്പെട്ട ഒരു കർത്താവിനെ ഇന്ന് കൃത്യമായിട്ട് നമ്മുടെ മുമ്പാകെ വരച്ചു കിട്ടിയിരിക്കുകയാണ്. ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് അവനെ തിരസ്കരിക്കുവാനാകുമോ? നമുക്കവനെ പരിഹസിക്കുവാനാകുമോ? നമുക്കവനെ മാറ്റിവെക്കാനാകുമോ? നമുക്കവനെ ദുഷിക്കാനാകുമോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ പരം ദോഷം വേറെ ഒന്നുമില്ല. യേശു കർത്താവിനെ തിരസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ദോഷമാണ്. അങ്ങനെ യേശു കർത്താവിനെ തിരസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു രക്ഷകൻ ഇല്ല, ഇനി മറ്റൊരു വീണ്ടെടുപ്പുകാരൻ ഇല്ല, ഇനി അവന് വേണ്ടി മറ്റൊരു വ്യക്തി ക്രൂശിക്കപ്പെടാൻ പോകുന്നതല്ല. അവന്റെ ജീവിതത്തിന് യാതൊരു ഒരു 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 പ്രതീക്ഷയില്ല. ചില നിമിഷങ്ങൾ കഴിയുകയാണ്, ചില മണിക്കൂറുകൾ കഴിയുകയാണ്, ആ കള്ളൻ മരിക്കുകയാണ്, അവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഇനി അവന് വേണ്ടി എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്ത് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അവന് വേണ്ടി നേർച്ച കാഴ്ചകൾ, അവന് വേണ്ടി കഴിക്കുന്ന പ്രാർത്ഥനകൾ, അവന് വേണ്ടി കഴിക്കുന്ന കൂതാശകളൊന്നും അവന് പ്രയോജനപ്പെടാതെ പോവുകയാണ്. മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ രക്ഷിതാവിനെ കുറിച്ച് കാണുവാനും അവന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാനും അവന് അനുവാദമുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മങ്ങളും അവന് പ്രയോജനപ്പെടുകയില്ല. ധനവാന്റെയും ലാസറിന്റെയും കഥ നമുക്കറിയാം, അല്ലെ? ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്നുണ്ട്. ധനവാൻ യാതൊരാസ്ഥലത്ത് കിടപ്പുണ്ട്. അവൻ അവിടെ നിന്ന് അവന്റെ ആ തീഷ്ണമായിട്ടുള്ള വേദനയിൽ നിന്ന് പറയുകയാണ്, അബ്രഹാം പിതാവേ, ലാസറുടെ ഒന്ന് ഇങ്ങോട്ട് അയക്കണം, എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കുക. ഇല്ല,
അയച്ചില്ല. പറയുകയാണ്, ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ടും വരാൻ പറ്റില്ല, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ടും വരാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, മരണശേഷം ഒരു ട്രാൻസ്ഫർ ഇല്ല. ഇത് ഓർത്തോളൂ. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളോ തലമുറകളോ നമ്മുടെ ഉപദേശിമാരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കർമാധികാരികൾ കൊണ്ട് എങ്ങനെയൊക്കെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാം. ഇല്ല പ്രിയമുള്ളവരെ, അബ്രഹാം പിതാവ് പറയുന്നുണ്ട്, ഇവിടെയും അവിടെയും തമ്മിൽ വലിയൊരു വിടവുണ്ട്. അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ട് പോകുവാനും പറ്റില്ല. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഇതാ കാൽവരി ക്രൂശിൽ നിങ്ങളുടെ പാപവും ചുമന്നുകൊണ്ട് ഒരുത്തൻ മരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാപത്തിന്റെ മറുവിലയായിട്ടുള്ള പുണ്യാഹ രക്തം അവൻ ചൊരിയുന്നുണ്ട്. അവൻ നമുക്ക് രക്ഷ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും വിശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാപക്കറ നീക്കുവാൻ യേശുവിന്റെ രക്തം മാത്രം. ജീവിച്ചിരിക്കുമ്പോൾ സുബോധത്തോടുകൂടെ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റുകൊള്ളുക. കർത്താവേ, ഞാൻ വരുന്നു, ഞാനൊരു പാപിയാണ്, ഞാൻ അനേക പാപങ്ങളിൽ വിട്ടുപോയി, എന്നാൽ എൻ്റെ പാപങ്ങളെ നീ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയല്ലോ. എനിക്ക് വേണ്ടി നീ അടിയേറ്റുവല്ലോ, എനിക്ക് വേണ്ടി നീ മുറിവേറ്റുവല്ലോ, എനിക്ക് വേണ്ടി നീ പകരമായിട്ട് മരിച്ചുവല്ലോ. ഞാനത് വിശ്വസിക്കുന്നു. എന്നെ നിന്റെ മകനാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് രക്ഷ സൗജന്യമായിട്ട് ലഭിക്കുവാൻ പോവുകയാണ്. ഇതാ മറുവശത്തൊരു കള്ളനാണ്, അവനും കള്ളനാണ്, അവൻ ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവനാണ്. അവൻ ഈ ദുഷിച്ച മനുഷ്യനെ ശാസിക്കുകയാണ്. നാം സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം അവൻ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം ചെയ്തതിന് പ്രവർത്തിച്ചതിന് യോഗ്യമാവണ്ണമല്ലോ നാം അനുഭവിക്കുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഈ സമീപത്ത് കിടക്കുന്ന, നടുവിൽ കിടക്കുന്ന, ക്രൂശിൽ കിടക്കുന്നവൻ യേശു കർത്താവ് അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവൻ നന്മ മാത്രം ചെയ്തവൻ, അവൻ സ്നേഹം മാത്രം നൽകിയവൻ. പ്രിയമുള്ളവരെ, ആ ദൈവത്തിലാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ സമ്മതിക്കാമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഞാൻ എത്ര നന്മ ചെയ്തിട്ടും ഞാൻ ആ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത്. നിന്റെ നീതിക്ക് തുല്യമായിട്ട് എനിക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ നരകത്തിൽ ആടുകളായിട്ട് വിൽക്കപ്പെട്ടതുപോലെ ഞാനിതാ വിൽക്കപ്പെടുന്നു. എൻ്റെ ജീവിതം നരകത്തിലാണ് അവസാനിക്കുവാൻ പോകുന്നത്. എന്നെ രക്ഷിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ എന്നെ രക്ഷിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല. ഇത് സമ്മതിക്കുവാൻ മനസ്സുണ്ടോ? ക്രൂശിൽ ഇതാ തന്നെ മരണത്തിന് ഏതാനും നിമിഷം മുമ്പ് അവന്റെ ജീവിതം അതിനപ്പുറമില്ല, അവന് ജീവിതമില്ല. ആ ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ അവൻ പറയുകയാണ്, യേശുവേ, നിരാകത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊണ്ട്. പ്രിയമുള്ളവരെ, അവന്റെ ഹൃദയത്തിന്റെ പരമാർത്ഥത നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവൻ ഒരുപക്ഷെ ദൈവശാസ്ത്രപരമായിട്ട് വലിയ അറിവൊന്നുമുള്ളവനല്ല, അവന് വലിയ പ്രാവീണ്യമൊന്നുമില്ല. എന്നാൽ അവനുള്ള അറിവിൽ നിന്ന് പറയുകയാണ്, യേശുവേ, നീ രാജാധിരാജാവാണ്, ഞാൻ പാപിയാണ്, എനിക്ക് നീ അല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് എന്നെ നീ ഓർക്കണം, എന്നെ നീ ഓർക്കണം. പ്രിയമുള്ളവരെ, നമ്മെ ഓർക്കുവാൻ മനസ്സുള്ള ഒരു കർത്താവുണ്ട്. യേശു കർത്താവ് കൊടുത്ത മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നാളെയല്ല, നോക്കട്ടെ, നീ നന്നാവോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പരിഗണിക്കാമെന്നല്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ യേശു കർത്താവിനെ സമീപിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതേ മാത്രയിൽ മോക്ഷം നൽകുന്ന ഒരു കർത്താവുണ്ട്, അതേ മാത്രയിൽ രക്ഷ നൽകുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വിശ്വാസത്തിന്റെയും നിന്റെ സമർപ്പണത്തിന്റെയും തീരുമാനത്തിന്റെ മുമ്പാകെ സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പ്രിയമുള്ളവരെ, സ്വർഗം പറുദീസ ചെയ്ത് നേടിയെടുക്കേണ്ട ഒന്നല്ല. രക്ഷ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല.
രക്ഷ എന്ന് പറയുന്നത് ചില പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും ചില നേർച്ച കാഴ്ചകൾ ചെയ്തിട്ടും എനിക്ക് സ്വർഗം ഞാൻ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ഒന്നിനും മറുവില കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസത ഈ യേശു കർത്താവിനെ സ്വീകരിച്ചു. യേശുവേ, നീ എന്നെ ഓർത്തുകൊള്ളണമേ എന്നവൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ ശ്രവിക്കുമ്പോൾ ഈ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും നമ്മൾ ഓരോരുത്തർ. ഒന്നുകിൽ യേശു കർത്താവിനെ തിരസ്കരിച്ച കള്ളൻ, അല്ലെങ്കിൽ യേശു കർത്താവിനെ അംഗീകരിച്ച കള്ളൻ. യേശു കർത്താവിന്റെ സ്നേഹത്തെയും ക്രൂശിനെയും തിരസ്കരിച്ച ആ കള്ളനെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യനാശത്തിലേക്ക് പോവുകയാണ്. ഇനി അവനെ പിടിച്ചെടുക്കുവാനോ പിടിച്ചു കെട്ടുവാനോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ ഒരു ശക്തിയും സാധ്യമല്ല. എന്നാൽ ക്രൂസിൽ വെച്ച വിശ്വാസത്താൽ യേശു കർത്താവിനോട് ഒരേ ഒരു അപേക്ഷ മാത്രം അവന്റെ ഹൃദയം തുറന്ന് കർത്താവിന്റെ മുമ്പാകെ വെച്ചിട്ട് അവൻ മോക്ഷത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും. ഒരുപക്ഷെ ലോകം അവനെ നോക്കി പറയുമായിരിക്കാം, നീ ഇത്രയും കാലം ദുഷ്പ്രവർത്തിക്കാരനായിരിക്കില്ലേ, നിന്റെ പ്രവർത്തികളെ ആർക്ക് ക്ഷമിക്കുവാൻ കഴിയും, നിന്റെ ദൈവം കൈക്കൊള്ളുമോ? സ്വർഗം പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷയിലിരിക്കും. നമ്മുടെ ഭൂതകാലം എന്തുമായിക്കൊള്ളട്ടെ, നാം ആരുമായിക്കൊള്ളട്ടെ, നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ തന്നെയാണ്. നമുക്ക് പുണ്യമെന്ന് പറയാൻ, നന്മയെന്ന് പറയാൻ നമ്മിലൊന്നും തന്നെ ഇല്ല എങ്കിലും യേശു കർത്താവിന്റെ ക്രൂശിലെ മരണം നമുക്ക് പര്യാപ്തമാണ്, നമുക്ക് രക്ഷ നൽകുവാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പ്രഖ്യാപനം ചെയ്യുകയാണ്, എന്നാൽ അറിയായ്മയുടെ കാര്യങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവേൻ, ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊള്ളുവേൻ. ഇതാ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇനി നാളെ ഒരു ദിവസം നമുക്കുണ്ട് എന്ന് ആർക്കും ഉറപ്പില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമോ? ആ ആണിപ്പിടുത്തുള്ള കരങ്ങളിലേക്ക്, ആ മുൾമുടി അടിക്കപ്പെട്ട അവന്റെ ശിരസിലേക്ക് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമോ? കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന്റെ പ്രശ്നത്തിന് മറ്റൊരു പരിഹാരമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ക്രൂശിനെ അല്ല ഞാൻ കേട്ടത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ കണ്ടു, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായി എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ എന്ന് പറയണമേ, എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ. ഞാൻ എൻ്റെ ആയുസ് മുഴുവനും ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം. ഞാൻ നിന്നെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുന്നു എന്നാലും വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷിക്കും. കേവലം സ്വർഗം മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നൽകുന്ന ഒരു കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ യാത്രകൾ ദുഷ്കരമാണ്, നമുക്കറിയാം. കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഞാൻ നിന്നെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ നല്ല ദാഹം നമ്മോട് കൂടെയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കാലുകൾ ക്ഷീണിക്കുമ്പോൾ നമ്മെ കോരിയെടുത്ത് നമ്മുടെ തന്റെ മാറോട് ചേർക്കുന്ന ഒരു നല്ല ഇടയിൽ നമുക്കുണ്ട്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പക്ഷേ ആയ പുൽപ്പുറത്തിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തും. ഒരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. കേവലം ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നിത്യത ഉറപ്പാക്കുവാൻ ആവശ്യപ്പെട്ടു. നിത്യകാലം കർത്താവിനോട് വാഴുവാനായിട്ട് ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഞാൻ തന്നെയാകുന്നു വഴി, ഞാൻ തന്നെയാകുന്നു സത്യം, ഞാൻ തന്നെയാകുന്നു ജീവൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഈ സത്യമായിട്ടുള്ള മാർഗം, മോക്ഷമാർഗം, അത് ക്രിസ്തുവിന്റെ മാർഗം. ലോകത്തില് ക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ദൈവം വെച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ദൈവത്തിന്റെ മാനിഫെസ്റ്റോ ആണെങ്കിൽ, ദൈവത്തിന്റെ വചനമാണെങ്കിൽ, രക്ഷയ്ക്കായിട്ട് ലോകത്തിലെ ഒരു മനുഷ്യനും മറ്റൊരു മാർഗമില്ല. മനുഷ്യർ തേടിയെടുക്കുന്ന ഏത് മാർഗവും അത് അന്ധകാരത്തിലേക്കാണ്, അത് നിത്യനാശത്തിലേക്കാണ്. മനുഷ്യൻ തേടിയെടുക്കുന്ന താൽക്കാലിക സുഖങ്ങൾ നൽകുന്ന വഴികളുണ്ടല്ലോ, അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊരു സംശയമില്ല. അതുകൊണ്ട് ഈ രാത്രികാലം ഈ വചനത്തിന്റെ മുമ്പാകെ ഹൃദയങ്ങളെ താഴ്ത്തി ആ മാനസാന്തരപ്പെട്ട ക്രൂശിലെ കള്ളനെ പോലെ കർത്താവിന്റെ മുഖം നാം കാണുവാൻ ഇടവരട്ടെ. എന്തിനാണ് ഗാൽഗോഥാ മലയിൽ
നീ എനിക്ക് വേണ്ടി പ്രാണനെ വിട്ടു. ഇതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയുണ്ട്. നാം ഓരോരുത്തരുമാണ് അതിന് കാരണം. യേശു കർത്താവ് ക്രൂശിൽ കഷ്ടത അനുഭവിക്കുവാൻ കാരണം ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ ഭാരമാണ് യേശു കർത്താവ് ചുമക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ പാട്ടിലൂടെ മറുപടി പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദേശത്തെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തുന്നു.